നൽകണമേ. അവിടുത്തെ മഹത്വം ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെടട്ടെ. അവിടുത്തെ മഹത്വം ഞങ്ങളുടെ മേൽ നിറയട്ടെ. അപ്പാ, ഹൃദയം തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശിശുക്കളെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഓ ഡാഡി, ഓ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നമ്മെ തന്നെ സറണ്ടർ ചെയ്തുകൊണ്ട് ആത്മാവിനെ ലഭിച്ചവരെല്ലാം ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ വചനം ഞങ്ങൾ കേൾക്കാൻ കഴിയുന്നപ്പ. എന്നാൽ ജീവനോടെ വചനം ഞങ്ങളുടെ ഉള്ളിൽ വ്യാപരിപ്പാൻ, ജീവനോടെ വചനത്തെ സ്വീകരിപ്പാൻ ഞങ്ങളുടെ ഉള്ളങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടട്ടെ, ഞങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ കാതുകൾ കഴുകപ്പെടട്ടെ, കണ്ണുകൾ കഴുകപ്പെടട്ടെ. തടിച്ച ഹൃദയങ്ങൾ രക്തത്താൽ കഴുകപ്പെടട്ടെ, ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കഠിന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, തടിച്ച ഹൃദയങ്ങൾ മാംസളമായി തീരട്ടെ. കണ്ണുകൾ തുറന്നു വരട്ടെ, കാതുകൾ തുറന്നു വരട്ടെ. ജീവന്റെ വചനം ആത്മാവിൽ കേൾപ്പാൻ കാതുകൾ തുറക്കപ്പെടട്ടെ. അന്ധകാര ശക്തികളെ അഴിക്കുന്നു, പുറത്താക്കുന്നു. ഈ വചന കേൾവി അവസാനം വരെയും കേട്ടിരിക്കാൻ തടസ്സമായുള്ള എല്ലാ വ്യാപാരങ്ങളെയും പ്രവർത്തികളെയും സകലരിൽ നിന്ന് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ജീസസ് നെയിം. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ, യേശു ഇവിടെ ഉണ്ട്. യേശു എന്റെ കണ്ണുകളെ തുറന്നു തന്നിരിക്കുന്നു. യേശു എന്റെ കാതുകളെ വചനം ഗ്രഹിക്കാൻ, കേൾക്കാൻ തുറന്നു തന്നിരിക്കുന്നു. എന്റെ ബുദ്ധി മണ്ഡലങ്ങൾ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ കർത്താവിലേക്ക് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വചനഭാഗങ്ങളുടെ ഉള്ളിലൂടെ തന്നെ കടന്നു എന്ന് ചില കാര്യങ്ങൾ നമ്മുടെ അകത്ത് ഉറപ്പിച്ചുകൊണ്ട് നമ്മളെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സഭ മക്കളെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചതും കേട്ടതുമായ വചനഭാഗമാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനമാണ്. ആത്മാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് പ്രസ്താവിക്കാൻ, ഇതിന്റെ ആഴങ്ങളെ എനിക്ക് കാണിച്ചു തന്നുകൊണ്ട് പഠിപ്പിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് വീണ്ടും അത് തൊടുകയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 13:3 അവൻ അവരോട് ഉപമകളായി സംസാരിക്കുകയാണ്. എന്താ ഉപമകളായി സംസാരിക്കുന്നത്? വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. വിതയ്ക്കുന്നവന്റെ ജോലി എന്താണ്? വിതയ്ക്കലാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. വിതയ്ക്കാൻ ഏൽപ്പിച്ചവന് മറ്റൊരു ജോലിയുമില്ല. അവന്റെ ജോലി വിതയ്ക്കലാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. POC പറയുന്നു, വിതയ്ക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ഹല്ലേലൂയ. NIV പറയുന്നത്, ഒരു കർഷകൻ തന്റെ വിത്ത് വിതയ്ക്കുവാൻ പുറപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ ആരാണ് വിതയ്ക്കാരൻ? വിതയ്ക്കാരൻ നമ്മുടെ കർത്താവായ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. വിതയ്ക്കാരൻ നമ്മുടെ പിതാവായ ദൈവമാണ്. ഹല്ലേലൂയ. വിതയ്ക്കാരൻ ഈ ലോകത്തിൽ ദൈവത്തിന്റെ വചനം വിതയ്ക്കുവാൻ ദൈവം അഭിഷേകം ചെയ്തു വെച്ചിരിക്കുന്നവരാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. വിതയ്ക്കുവാൻ നിനക്ക് വിളി ലഭിച്ചിട്ടുണ്ടോ? നീയാണ് വിതയ്ക്കാരൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ വിതയ്ക്കാരൻ വിതയ്ക്കുന്ന വിത്ത് ഏതാണ്? ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, വിത്ത് ദൈവവചനമാണ്.
വിത്ത് എന്താണ്? ദൈവവചനമാണ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള സന്ദേശമാണ് വിത്ത്. ദൈവരാജ്യത്തിനകത്ത് എന്തെല്ലാം ഉണ്ട് എന്ന് തെളിയിച്ചു തരുന്നതാണ് വിത്ത്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിനകത്ത് എങ്ങനെ ജീവിക്കണം, നടക്കണം, എങ്ങനെ പെരുമാറണം, പ്രവർത്തിക്കണം എന്ന് കാണിച്ചു തരുന്നതാണ് ഈ വിത്ത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പൊ വിത്ത് കയ്യിലുണ്ട്, വിതക്കാരനുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിതക്കാരൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, അയക്കപ്പെട്ടവനാണ്. അവന്റെ കയ്യിൽ വിത്ത് നൽകുന്നു. കൈയൊടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങളാണ് ആ വിതക്കാരൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കയ്യിലാണ് വിത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വിത്ത് വിതയ്ക്കാൻ വിളിക്കപ്പെട്ടവർ ആവോളം ശേഖരിച്ചു വെക്കണം. അവരുടെ ദൈനംദിന ജീവിതത്തിൽ വിത്ത് സൂക്ഷിക്കുന്ന ജീവിതമായിരിക്കണം അവർക്കുണ്ടായിരിക്കേണ്ടത്. വിത്ത് ദൈവത്തിന്റെ വാക്കുകളാണ്, വിത്ത് ദൈവത്തിന്റെ വചനമാണ്. വിതയ്ക്കുവാൻ വിളിക്കപ്പെട്ടവർ ഏറ്റവും ചുരുങ്ങിയത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു 2.5-3 മണിക്കൂറെങ്കിലും വിത്ത് ശേഖരിക്കാനിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനെന്ത് ചെയ്യും? വളരെ നേരത്തെ എഴുന്നേൽക്കും. സമയമില്ലെങ്കിൽ അവൻ പഴയ നിയമത്തിൽ നിന്ന് 3-4-5 അധ്യായങ്ങൾ വായിച്ച് വിത്ത് ശേഖരിക്കും. പുതുനിയമം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാന്റെ സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന് 4, 5, 6, 7, 8 അധ്യായങ്ങൾ വായിച്ച് വിത്തുള്ളിൽ സ്വീകരിക്കും. ലേഖനങ്ങളിൽ നിന്ന് 3, 4, 5, 6 അധ്യായങ്ങൾ വായിച്ചുള്ളിൽ സ്വീകരിക്കും. വിതക്കാരന്റെ കയ്യിൽ വിത്തുണ്ടാകണം. ഒരു വിതക്കാരൻ രാവിലെ എഴുന്നേറ്റിട്ട് വിത്തില്ലല്ലോ വിതയ്ക്കാൻ എന്ന് ചിന്തിക്കില്ല, പറയില്ല. ഹല്ലേലൂയ. അവന്റെ കയ്യിൽ ശേഖരിക്കപ്പെട്ട വിത്ത് വേണം. പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും വിതയ്ക്കുവാൻ വേണ്ട വിത്ത് വേണം വിതക്കാരന്റെ കയ്യിൽ. ഹല്ലേലൂയ. എന്താണ് വിതയ്ക്കൽ? സുവിശേഷം പങ്കുവെക്കാനുള്ള സന്നദ്ധതയാണ് വിതയ്ക്കൽ. ദൈവത്തിന്റെ വചനം ഏത് അവസ്ഥയിലും, ഏത് സാഹചര്യങ്ങളിലും, ഏത് വ്യക്തികളോടും പങ്കുവെക്കുവാനുള്ള സന്നദ്ധത, ആ പ്രവൃത്തിയെ പ്രകടമാക്കുന്നതാണ് വിതയ്ക്കൽ. അത് യൂട്യൂബിലൂടെ ആയിരിക്കാം, അത് ഇൻസ്റ്റാഗ്രാമിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തന്നിരിക്കുന്നത്, യൂട്യൂബിൽ നിനക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്, ഫേസ്ബുക്കിൽ നീ പ്രവേശിക്കുന്നത്, മീഡിയകൾ നീ ഉപയോഗിക്കുന്നത്, നീ വിതക്കാരനാണെങ്കിൽ വിത്ത് വിതയ്ക്കാനാണ്. എന്നാൽ നീ പിശാചിന്റെ കയ്യിൽ ഉപകരണമാണെങ്കിൽ പാപത്തെ വിതയ്ക്കാൻ, മ്ലേച്ഛതകളെ വിതയ്ക്കാൻ ആ മീഡിയകൾ നീ ഉപയോഗിച്ചു കൊണ്ടിരിക്കും. എന്നാൽ നീ ഒരു വിതക്കാരനാണെന്ന് നിന്നെ തന്നെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നീ അവിടെ ദൈവത്തിന്റെ ശബ്ദത്തെ വിതയ്ക്കുമ്പോഴാണ്. ഹല്ലേലൂയ. വിതയ്ക്കാരൻ സാഹചര്യങ്ങളെ നോക്കാറില്ല. ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിലും എതിർപ്പുള്ളിടത്ത് പോലും സുവിശേഷത്തെ എങ്ങനെങ്കിലും അറിയിക്കുവാൻ അവന്റെ ഉള്ളിൽ ഹല്ലേലൂയ ഒരു തീഷ്ണത, ഒരു എരിവുണ്ടായിരിക്കും. വിതക്കാരന്റെ ലക്ഷണം അതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ വചനത്തെ പങ്കുവെക്കാനുള്ള ഒരു ശ്രമത്തെ കാണിക്കും. അവൻ ദൈവത്തിന്റെ വചനത്തെ വിതറും. ഹല്ലേലൂയ. എന്നാൽ തുറന്ന ഹൃദയം ഉള്ളിടത്ത്, തുറന്ന ചെവി ഉള്ളിടത്ത്, തുറന്ന കണ്ണുകൾ ഉള്ളിടത്ത്, തുറന്ന ആത്മാവുള്ളിടത്ത് ദൈവത്തിന്റെ വചനം വിതയ്ക്കപ്പെടും. ഹല്ലേലൂയ. അടഞ്ഞ ചെവിയിൽ ഇത് കയറുകയില്ല, അടഞ്ഞ കണ്ണുകളിൽ ഇത് കയറുകയില്ല, തടിച്ച ഹൃദയങ്ങളിൽ ഇത് കയറുകയില്ല. അതിനാൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ കാതുകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ, കണ്ണുകൾ തുറന്നു വരട്ടെ, തടിച്ച ഹൃദയങ്ങൾ ശുദ്ധമായി തീരട്ടെ,
തുറക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. വിതയ്ക്കൽ ജോലി, സുവിശേഷം പങ്കുവയ്ക്കുന്ന ജോലി മഹത്തരമായ ഒരു ജോലിയാണ്. ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ജോലി ഏതെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന ജോലിയാണ്. സ്വർഗരാജ്യത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന അഭിമാനത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജോലിക്കായി എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തതിനായി സ്തോത്രം. അതിന്റെ വലിപ്പം ഓരോ സുവിശേഷകരും കാണണം. അതിന്റെ വലിപ്പം ഓരോ അപ്പോസ്തലന്മാരും കാണണം. അതിന്റെ വലിപ്പം ദൈവത്തിന്റെ വചനം പങ്കുവെക്കുന്നവർ കാണണം, അറിയണം. ഹല്ലേലൂയ. അഭിമാനമുള്ളവരാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുകൾ തുറന്ന് കേൾക്കൂ. ദൈവത്തിന്റെ സുവിശേഷ വേല, ദൈവത്തിന്റെ വചനം പങ്കുവെക്കുന്നത് പ്രൈസ് ദി ലോർഡ് മഹത്തരമായൊരു ജോലിയാണ്. അതിനെ നിന്ദിക്കരുത്. വിശ്വാസികൾ അറിഞ്ഞുകൊള്ളുക, സുവിശേഷം പങ്കുവെക്കപ്പെടുന്നത് കേൾക്കുമ്പോൾ നിന്റെ പ്രവർത്തികൾ നീ അവസാനിപ്പിക്കണം. നിന്റെ വാഹനം നീ സൈഡിലേക്ക് മാറ്റിവെക്കണം. ആ ദൈവത്തിന്റെ വചനത്തിന് ആമേൻ പറഞ്ഞ് നിന്റെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. ആ യാത്രയിൽ ആ സുവിശേഷം കേൾക്കാൻ നിനക്ക് ഒരു അവസരം നൽകിയത് സ്വർഗത്തിലെ ദൈവമാണ്. ആ ലീഫ്ലെറ്റ് നിനക്ക് കിട്ടുമ്പോൾ ആ ടൗണിൽ ഒരു ഉപദേശി, ഒരു ബ്രാഞ്ച് എന്ന മനുഷ്യൻ, ഒരു സ്ത്രീ ദൈവത്തിന്റെ ആലോചന വിളിച്ചറിയിക്കുമ്പോൾ അവിടെ നീ നിൽക്കണം. ആ വാക്കുകളെ നീ കേൾക്കണം. ആ സ്ഥലത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കണം. അവഗണിച്ചു പോകുന്നവർ ജഡികന്മാരാണ്. ദൈവത്തിന്റെ വചനം കേൾക്കാതെ പോകുന്നവർ അടഞ്ഞ കണ്ണുള്ളവരാണ്, അടഞ്ഞ ഹൃദയമുള്ളവരാണ്. അവരെ പോലെ നീ ആകരുത്. യൂട്യൂബിൽ നീ ഇങ്ങനെ പങ്കുവെച്ച് പോകുമ്പോൾ ആത്മാവിലുള്ള ഒരു സുവിശേഷ പ്രസംഗം കേട്ടാൽ അവിടെ നിൽക്കണം നീ. ഹല്ലേലൂയ. അതിനകത്തുള്ള ദൈവത്തിന് നിന്നോട് ചില ആലോചനകൾ അറിയിക്കാനുണ്ട്. ഞാൻ നിന്നോട് പറയട്ടെ, നിന്റെ കലക്ടർ ജോലി ശ്രേഷ്ഠമല്ലെന്നല്ല, എന്നാൽ അതിലും വലിയ ജോലിയാണ് സുവിശേഷകന്റെ ജോലി. നിന്റെ ജഡ്ജിന്റെ ജോലി ശ്രേഷ്ഠമെന്നല്ല എന്നാൽ ലോകത്തെ ന്യായം വിധിക്കുന്ന ശ്രേഷ്ഠ പദവി ലഭിച്ചവനാണ് സുവിശേഷം പങ്കുവെക്കുന്നവൻ. ഈ ലോകത്തിലുള്ളവരെ ന്യായമായും അന്യായമായും വിധിക്കും. എന്നാൽ സുവിശേഷം പങ്കുവെക്കുന്നവർ, ദൈവത്തെ സ്വീകരിച്ചവർ, ദൈവത്തിലായിരിക്കുന്ന വിശുദ്ധന്മാർ, ഹല്ലേലൂയ, ഭൂമിയിലല്ലാത്തവരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരുമായ ദൂതന്മാരെ പോലും ന്യായം വിധിക്കാനുള്ളവരാണ്. അവരുടെ ജോലി എത്ര ഉന്നതമാണ്, അവരുടെ ജോലി എത്ര പവിത്രമാണ്, അവരുടെ പ്രവൃത്തി എത്രയോ സൗമ്യമാണ്. ദൂതന്മാരെ വിധിക്കുന്ന ജോലി, വേണ്ടെന്ന് വെക്കുന്ന മോക്ഷന്മാരുണ്ട്. ലോകത്തിന് ലൗകികമായി ഒരാവശ്യവുമില്ലാത്ത, ഒരു കാര്യവുമില്ലാത്ത ജോലിയുടെ പിന്നാലെ ഓടിക്കൊണ്ട് ദൈവത്തിന്റെ വിളി ലഭിച്ചിട്ടും കർത്താവിന്റെ ഇച്ഛയെന്തെന്ന് അറിഞ്ഞിട്ടും അതിനെ തിരസ്കരിച്ചു പോകുന്നവർ ഈ വാക്കുകളൊന്ന് കേൾക്കുക. അവർക്ക് ഈ വചനങ്ങളൊന്ന് പങ്കുവെച്ചു കൊടുക്കുക. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ ഇഷ്ടത്താൽ ഈ വേലയ്ക്ക് പുറപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം അയക്കാതെ ഹല്ലേലൂയ ഈ ശുശ്രൂഷയ്ക്കായി പോകരുത്. പ്രൈസ് ദി ലോർഡ്. യേശു തന്നെ എന്താ പറഞ്ഞത്? ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ, എന്റെ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ. ആരോട്? ദരിദ്രരോട്. ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ. ആത്മാവിന്റെ അവസ്ഥ, എന്റെ അവസ്ഥ എത്രയോ താഴെയാണ്. എത്രയോ ആത്മീയ ദാരിദ്ര്യത്തിലാണ് ഞാൻ. ഹല്ലേലൂയ. സ്വർഗീയ സമ്പത്തില്ലാത്ത, വചനം അറിയില്ലാത്ത, വചനം ലഭിച്ചിട്ടും അതിനെ കീഴ്പ്പെടാൻ കഴിയാത്ത, അനുസരിക്കാൻ കഴിയാത്ത എന്നോട് സുവിശേഷം അറിയിപ്പാൻ വേറെ ആയിരിക്കും ചിലരെ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. സുവിശേഷം പങ്കുവയ്ക്കാൻ
ശക്തി പകരപ്പെടണം. ശക്തിയില്ലാതെ പോകരുത്, ഐക്യപ്പെടാതെ പോകരുത്. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിക്കാതെ പോകരുത്. ഹല്ലേലൂയ. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. എല്ലാരും പറഞ്ഞേ, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഒന്നുകൂടെ പറഞ്ഞേ, അവന്റെ ആത്മാവ്. ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ് അത് പറയുമ്പോൾ തന്നെ ആത്മശക്തി നിന്നെ ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പറഞ്ഞേ, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രരെ ആത്മാവിനാൽ വചനത്താൽ സുവിശേഷം ഞാൻ അറിയിക്കുന്നു. അങ്ങനെ നീ വചനത്തെ ആത്മാവിൽ ഐക്യപ്പെട്ട് പങ്കുവെക്കാൻ തുടങ്ങുമ്പോ എന്താ സംഭവിക്കുന്നത്? ബദ്ധന്മാർക്ക് വിടുതലും, കെട്ടപ്പെട്ടവർക്ക്, പിശാച് അടിമകളാക്കി വെച്ചവർക്ക്, ഹല്ലേലൂയ, പിശാച് സ്വാതന്ത്ര്യം നൽകാതെ വെച്ചിരിക്കുന്നവർക്ക് നീ സുവിശേഷം അറിയിക്കുമ്പോൾ വിടുതൽ ലഭിക്കുകയാണ്. ഹല്ലേലൂയ. ഡെലിവറൻസ് ലഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ആത്മാവിൽ പങ്കുവെക്കുന്നിടത്ത് ഡെലിവറൻസ് നടക്കും. അന്ധകാര ശക്തികൾ അലിഞ്ഞു മാറും. നിൽക്കാൻ കഴിയാത്തത് തകർന്നു വീഴും. ബന്ധന്മാർക്ക് വിടുതലും, കുരുടന്മാർക്ക് കാഴ്ചയും. കുരുടന്മാർ സാത്താൻ അടച്ചു വെച്ചിരിക്കുന്ന കണ്ണുകൾ, സുവിശേഷത്തിലെ സത്യങ്ങൾ കാണാൻ പറ്റുന്നില്ല, ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കുരുടന്മാർക്ക് കാഴ്ച. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ സെക്കൻഡ് ശനിയാഴ്ച ഇവിടെ ഒരു പ്രായമുള്ള ഒരു അമ്മച്ചി വന്നായിരുന്നല്ലോ, കണ്ണാടിയൊക്കെ ഇട്ടിട്ട്. ഹല്ലേലൂയ. ആ കണ്ണാടി ഊരിയാൽ ഒരു മനുഷ്യനെ പോലും കാണാൻ പറ്റത്തില്ല, സ്വന്തം മകളെ പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല. അമ്മച്ചിയാണ്. എന്നാൽ നാം ശുശ്രൂഷയിൽ ആ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയനുസരിച്ച് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ കണ്ണ് തുറക്കപ്പെട്ടു. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇവിടുന്ന് പോകുമ്പോൾ ആ സഹോദരി കണ്ണാടി കയ്യിൽ പിടിച്ച് അവൾ തന്നെ പോയി ചെരിപ്പിട്ട് സ്റ്റെപ്പ് ഇറങ്ങി അവരുടെ കൂടെ നടന്നുപോയി. അടുത്ത ദിവസം ആ കൂട്ടിക്കൊണ്ടുവന്ന സഹോദരി എന്റെ വൈഫ് റീനിയെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് ഇപ്പോൾ കണ്ണ് നന്നായിട്ട് കാണാം. കയ്യടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവിനാൽ സുവിശേഷം പങ്കുവെക്കുമ്പോൾ കുരുടന്മാർ കാണാൻ തുടങ്ങും. എല്ലാരും പറഞ്ഞേ, കുരുടന്മാർക്ക് കാഴ്ച. അടുത്ത പീഡിതന്മാരെ പ്രസംഗിപ്പാനും, പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പീഡിതന്മാരെ വിടുവിച്ചയപ്പാൻ. പീഡിപ്പിക്കപ്പെടുക, സത്താനാൽ ഉപദ്രവിക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ഓ സങ്കടം എനിക്ക് പറ്റുന്നില്ല ബ്രദർ. ഹല്ലേലൂയ. ഓ ഭാരം മുഴുവൻ പീഡകളാണ്, പീഡിപ്പിക്കപ്പെട്ട് കിടക്കുകയാണ്. ദൈവത്തിന്റെ വചനം പീഡിതരെ വിടുവിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് യേശു പറഞ്ഞ വചനമാണ്. The spirit of the Lord is upon me. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ഈ പ്രവർത്തികൾ അറിയിക്കാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവ വചനത്തെ വിതയ്ക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്? ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ, നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചാട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിത്ത് ശേഖരിക്കേണ്ടിയിരിക്കുന്നു, നിങ്ങൾ വചനം പഠിക്കേണ്ടിയിരിക്കുന്നു, നിങ്ങൾ സമയം അതിനായി കണ്ടെത്തേണ്ടിയിരിക്കുന്നു, നിങ്ങൾ ആത്മശക്തിയാൽ നിറയാൻ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ശുദ്ധാത്മാവിനെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ജീവനങ്ങളെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, കാതുകൾ തുറക്കപ്പെടട്ടെ, ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ആത്മാവിന്റെ ശക്തി വരണമേലാകട്ടെ. അപ്പോ സുവിശേഷം പ്രസംഗിക്കപ്പെടുവാൻ നാം സ്വയം എടുക്കുന്ന ഒരു തീരുമാനമല്ല, നമ്മുടെ ആഗ്രഹം നമ്മൾ പ്രകടിപ്പിച്ചു. കർത്താവ് നമ്മളെ വിളിച്ചയക്കുകയാണ് ചെയ്യുക. ഹല്ലേലൂയ. അതാണ് റോമായുടെ ലേഖനം 10:15. റോമ 10:15 ഇങ്ങനെയാണ് വായിക്കുന്നത്, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? എങ്ങനെ പ്രസംഗിക്കും? അപ്പൊ അയക്കപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രസംഗിക്കാൻ, വിതയ്ക്കാൻ പോകാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരോ അയക്കണം അതിനായിട്ട്. ഈ സ്വയം തീരുമാനത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സെമിനാരിൽ പോയാലൊന്നും ഈ പരിപാടി നടക്കത്തില്ല. കയ്യടിച്ച് കത്താൻ നന്ദി പറഞ്ഞു. ഹല്ലേലൂയ.
ബൈബിൾ കോളേജിൽ 3 വർഷം പഠിക്കാൻ സ്വയം തീരുമാനം എടുത്ത് പോയാലൊന്നും ഈ പരിപാടി നടക്കത്തില്ല. കർത്താവ് എന്നെ അയച്ചാലാണ്. അങ്ങനെ കർത്താവ് വായിക്കുമ്പോൾ അവിടെ കുരുടരുടെ കണ്ണുകൾ തുറക്കും, അവരുടെ പൈശാചിക ശക്തികൾ വിട്ടുമാറും. ഞാനും ഒരിക്കൽ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം സെമിനാരിയിലേക്ക് പോയതാണ് 10 വർഷം പഠിക്കാൻ. ഹല്ലേലൂയ. എന്നെ കർത്താവ് അയച്ചതല്ല, ഞാൻ എന്റെ ഇഷ്ടത്താ പോയതാ. ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോ അവിടെ ഉണ്ടായിരുന്നവരുടെ ഗുരുത്തക്കേടും അവിടെ പഠിക്കുന്നവരുടെ ഗുരുത്തക്കേടും ഒക്കെ കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ഞാൻ അതെല്ലാം വിട്ട് ഞാൻ തിരിച്ചു വന്ന് ചില നാളുകൾ കഴിഞ്ഞപ്പോഴാണ് കർത്താവിനോട് സംസാരിച്ചത്, എന്നോട് ഇടപെട്ടത്, എന്നെ ഈ സുവിശേഷ വേലയ്ക്കായി അയച്ചത്, നിയോഗിച്ചത്. കൈയടിച്ചു കേട്ടാൽ ആരും മയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. സുവിശേഷം പങ്കുവെക്കുന്നവരാണ് നന്മ പറയുന്നവർ. സുവിശേഷമാണ് നന്മ. ഏറ്റവും വലിയ നന്മ നിങ്ങളുടെ നാവിലെടുത്ത് നിങ്ങൾ പങ്കുവെച്ചാൽ, ഹല്ലേലൂയ. അവരുടെ നാവ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അവരുടെ ഏറ്റവും താഴെയുള്ള പാദത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാദത്തിന് മുകളിലോട്ട് എന്തായിരിക്കും? ഹല്ലേലൂയ. പാദങ്ങൾ എത്ര സുന്ദരം! ദൈവത്തിന്റെ വചനം പങ്കുവെക്കുന്നവൻ കാലെടുത്ത് വെക്കുന്നിടത്ത് പിശാചി വിട്ടുപോകും, പൈശാചശക്തികളാൽ നീ നിലവിളിച്ചോടും. അതുകൊണ്ടാ പറഞ്ഞു, നീ കാല് വെക്കുന്നിടം പോലും അനുഗ്രഹിക്കപ്പെടാൻ തക്ക വിധം. ഈ ലോകത്തിൽ ആര് കാലെടുത്ത് വെച്ചാലാണ് ഇതുപോലെ നന്മ വെളിപ്പെടുക? നിങ്ങളെല്ലാം വിളി ലഭിച്ചവരാണ് കേട്ടോ. നിങ്ങൾ സന്നദ്ധതയുള്ളവരായിരിക്കണം. അതിനായി തയ്യാറെടുക്കുവിൻ. കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു. തയ്യാറെടുത്ത് ഒരുങ്ങി നിൽക്കുന്നവരെ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന നാളുകൾ വരാൻ പോവുകയാണ്. അന്ന് നിങ്ങൾക്കിത് പെറുക്കിയെടുത്തുകൊണ്ടിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ആത്മാവിൽ ഞാൻ ചിലരോടൊക്കെ ചില ദിവസം താൻ ഫുൾ വചനമായിട്ടിരിക്കാനൊക്കെ പറയുന്നത്. അനുസരിക്കാൻ സന്നദ്ധതയുള്ളവർ അനുഗ്രഹിക്കപ്പെടും, അല്ലാത്തതൊക്കെ തെറിച്ചു പോകും. അതുകൊണ്ട് ശുദ്ധിയോടെ ഒരുങ്ങി നിൽക്കുക. പ്രലോഭനങ്ങളെ പരീക്ഷകളൊക്കെ പരാജയപ്പെടുത്തി ഒരുങ്ങി നിൽക്കുക. എങ്കിൽ നല്ല വിധക്കാരനാകാം. ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഇടങ്ങളിലൂടെ അവൻ നിങ്ങളെ നടത്തും. ഉന്നതങ്ങളിൽ അവൻ നിങ്ങളെ സവാരി ചെയ്യിക്കും. ഒരിക്കൽ ആലയത്തിൽ യെശയ്യാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യെശയ്യാവ് അവിടെ ചില കാഴ്ചകൾ കണ്ടു. ചില ദർശനങ്ങൾ കണ്ടു, ചില സ്വർഗീയ ശബ്ദങ്ങൾ കേട്ടു. ഹല്ലേലൂയ. അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ അവൻ താൻ കുറവുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞു, താൻ അശുദ്ധിയുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞു. അവൻ കണ്ണുനീരോടെ നിലവിളിച്ചു, ഞാൻ അശുദ്ധിയുള്ളവനാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ അശുദ്ധിയുള്ളവരുടെ മധ്യേ വസിക്കുന്നു. അവൻ നിലവിളിച്ചു, അശുദ്ധി എനിക്ക് മാത്രമല്ല, അശുദ്ധിയുള്ളവരുടെ മധ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അവന്റെ സുഹൃത്ത് ബന്ധങ്ങൾ, അവന്റെ കുടുംബത്തിലുള്ളവർ, അവൻ കണ്ടുമുട്ടുന്ന വ്യക്തികളെല്ലാം അശുദ്ധിയിലാണെന്ന് അവൻ ഈ ഒരൊറ്റ കാഴ്ചയിൽ തിരിച്ചറിഞ്ഞു. അവന്റെ അകത്ത് അനുതാപമുണ്ടായപ്പോൾ അവിടെ കണ്ട സലാഫുകളിൽ ഒന്ന് ഒരു കൊടിയിൽ ഒരു തീ കഷ്ണം എടുത്തു. അതെടുത്തത് യാഗപീഠത്തിൽ നിന്നാണ്. ഹല്ലേലൂയ പറഞ്ഞേ. യാഗപീഠം എന്തിനെ കാണിക്കുന്നു? നിരന്തര ഹോമയാഗത്തെ കാണിക്കുന്നു, നിരന്തര ആരാധനയെ കാണിക്കുന്നു. ഹല്ലേലൂയ. നിരന്തര ആരാധന ഉയരുന്നിടത്ത് തീക്കട്ടകൾ വെളിപ്പെടും, അഗ്നി വെളിപ്പെടും. അത് കാണുന്നവർ വിശുദ്ധീകരിക്കപ്പെടും. നിരന്തര ആരാധന അർപ്പിക്കുന്നവരിലൂടെ തീക്കട്ടകൾ ഒഴുകും. അതാരെ തൊടുന്നോ അവർ വിശുദ്ധീകരിക്കപ്പെടും. അതാരെ തൊടുന്നോ അവിടെയുള്ള പാപത്തിന്റെ ശക്തികൾ കത്തിപ്പോകും. അവിടെയുള്ള അശുദ്ധ സ്പിരിറ്റുകൾ പുറത്തുപോകും. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ നീ ഒരുങ്ങുന്നെങ്കിൽ നിരന്തര യാഗപീഠം കത്തിക്കൊണ്ടിരിക്കണം, ആരാധന ഉയർന്നുകൊണ്ടിരിക്കണം.
നീ വീട്ടിലായിരിക്കുമ്പോൾ, നീ പണിയെടുക്കുമ്പോൾ ആരാധന നിന്നിൽ ഉയരണം. നീ മിറ്റടിക്കുമ്പോൾ ആരാധന ഉയരണം. നീ എന്താ ചെയ്യുന്നത്? നീ എന്താ ഓർക്കുന്നത്? നീ എന്താ കേൾക്കുന്നത്? നിരന്തര ഹോമപീഠം അവിടെ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുക. അവിടെ അത് അവസാനിക്കുന്നില്ല. എപ്പോഴും യാഗം അർപ്പിക്കപ്പെടുക. തീ അവിടെ ഉയർന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെ നിന്റെ അകത്ത് ചിലത് കത്താതെ നിൽക്കുന്നത്, പച്ചപ്പായി നിൽക്കുന്നത്, നാളുകളായി മാറ്റമില്ലാതിരിക്കുന്നത് യാഗത്തിന്റെ കുറവുകൾ കൊണ്ടാണ്, ആരാധനയുടെ കുറവുകൾ കൊണ്ടാണ്. ആരാധന നിന്നിൽ ഉയരാൻ തുടങ്ങിയാൽ പച്ചപ്പായി ഒന്നുമില്ല, കത്തേണ്ടത് സകലതും കത്തും. ഹല്ലേലൂയ. യേശുവേ, നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരാധിക്കുന്ന ഹൃദയങ്ങളെ അശുദ്ധിക്ക് പോകുവാൻ സാധ്യമല്ല. നിങ്ങൾ എപ്പോഴൊക്കെ ദീർഘമായ ആരാധനയിലേക്ക് കയറിയിട്ടുണ്ടോ, ആ സമയത്തേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു പരീക്ഷകൾക്കും, ഒരു പ്രലോഭനങ്ങൾക്കും, ഒരു അശുദ്ധികൾക്കും നിങ്ങൾ കേറി പ്രവർത്തിക്കാൻ തൊടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ എപ്പോഴൊക്കെ നിങ്ങളുടെ ആരാധന മണ്ഡലങ്ങൾ ഇടിഞ്ഞു കിടന്നോ, ആ യാഗപീഠങ്ങൾ എപ്പോഴൊക്കെ തകർന്നു കിടന്നോ, അപ്പോഴെല്ലാം നിന്റെ ചുറ്റുപാടും നിന്റെ പിടികൂടാൻ വന്ന പരീക്ഷകൾ, പ്രലോഭനങ്ങൾ, അശുദ്ധികൾ നിന്റെ ജീവിതത്തിൽ കീഴിൽ പിടിച്ചത് നിനക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ. യേശുവേ നന്ദി. സെറാഫുകളിൽ ഒന്ന് യാഗപീഠത്തിൽ നിന്നൊരു തീക്കട്ട കൊണ്ടുവന്ന യെശയ്യാവിന്റെ നാവിൽ ഞാൻ അശുദ്ധനാണ്, അശുദ്ധിയുള്ളവരുടെ മധ്യേ വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വന്നു തൊട്ടു, അവൻ ശുദ്ധീകരിക്കപ്പെട്ടു. അതിനുശേഷം യെശയ്യാവ് 6:8, യെശയ്യായുടെ പുസ്തകം 6:8, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് ആരാധനയിൽ നിറഞ്ഞു നിൽക്കുന്നവൻ, ദൈവത്തെ കാണുന്നവൻ, ഹല്ലേലൂയ, സ്വർഗീയ ശബ്ദങ്ങൾ കേൾക്കുന്നവൻ, ഹല്ലേലൂയ, ആത്മശക്തിയുടെ അഗ്നിയാൽ നിറയപ്പെട്ടവൻ, വിശുദ്ധീകരിക്കപ്പെട്ടവൻ, അവനോട് ദൈവം ചോദിക്കുകയാണ്. അവന്റെ സ്വാതന്ത്ര്യത്തെ ദൈവം മാനിക്കുകയാണ്. ദൈവം ചോദിക്കുകയാണ്, ഞാൻ ആരെ അയക്കേണ്ടോ? എന്തിനാ ദൈവം അതിങ്ങനെ ചോദിക്കുന്നത്? അവൻ കേൾക്കുന്നത് ഇവന്റെ ഉള്ളിൽ നിന്ന്, ഇതാ കർത്താവേ ഞാൻ എന്ന് അവൻ പറയാനാ. നാളെ ആകട്ടെ എന്നല്ല, പഠനം കഴിഞ്ഞിട്ടാകട്ടെ എന്നല്ല, ജോലി കഴിഞ്ഞിട്ടാകട്ടെ എന്നല്ല, 60 വയസ്സ് കഴിഞ്ഞിട്ടാകട്ടെ എന്നല്ല, എന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടാകട്ടെ എന്നല്ല, അവന്റെ ഉള്ളിൽ നിന്നൊരു പ്രത്യുത്തരം ഇതാ കർത്താവേ എന്ന് പറയുവാൻ. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ആർ നമുക്ക് വേണ്ടി പോകും? അനന്തരം ഞാൻ ആരെ അയക്കേണ്ടോ? ആർ നമുക്ക് വേണ്ടി പോകും? ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആരെനിക്ക് വേണ്ടി പോകും? ആർ നമുക്ക് വേണ്ടി? ആരാണ് ഈ നമ്മള്? നമ്മള് പിതാവാം ദൈവം, പുത്രനായ യേശു, അവിടുത്തോടു കൂടെ വാസം ചെയ്യുന്ന നിത്യാത്മാവ്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വേണ്ടി ഈ ലോകത്തിൽ ഭർത്താക്കളായി, ഈ ലോകത്തിൽ അവരുടെ ഇഷ്ടങ്ങൾ അറിയിപ്പാൻ, അവർ പറയുന്ന കാര്യങ്ങൾ അറിയിപ്പാൻ, അവരുടെ ആലോചനകൾ അറിയിപ്പാൻ ആർ നമുക്ക് വേണ്ടി പോകും? കുട്ടികൾക്കുള്ള പ്രവചനങ്ങളുമായി ആര് പോകും? കുടുംബങ്ങൾക്കുള്ള വാക്കുകളുമായി ആര് പോകും? ദേശത്തെ വിടുവിക്കാൻ, വിശുദ്ധീകരിക്കാൻ ആര് പോകും? പട്ടണങ്ങളെ, ഗ്രാമങ്ങളെ പിടിച്ചെടുക്കാൻ ആര് പോകും? ചോദിക്കുകയാണ്. അനന്തരം ഞാൻ ആരെ അയക്കുന്നു? ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അടിയനിതാ, അടിയനിതാ, രണ്ട് കരങ്ങളെയും തുറന്നു പിടിച്ച് അടിയനിതാ, എന്നെ അയക്കണമേ, ഹല്ലേലൂയ.
ബ്രദേഴ്സ്. ഈ സുവിശേഷമായിട്ട് പോകുമ്പോൾ എല്ലാവരും ഇത് സ്വീകരിക്കുമെന്നൊന്നും നീ കരുതണ്ട. രണ്ട് കൂട്ടർ നിന്റെ മുന്നിൽ ഉണ്ടാകും. ഒന്ന്, ഇത് സ്വീകരിക്കുന്നവർ, വിശ്വസിക്കുന്നവർ. രണ്ട്, വിശ്വസിക്കാത്തവർ. ഇത് രണ്ടും ഉണ്ടാകണം. സുവിശേഷം പങ്കുവയ്ക്കുന്ന ആരെങ്കിലും പറയുന്നവര് ഒന്നും വിശ്വസിക്കുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുകയൊന്നും വേണ്ട. അത് നിനക്ക് വിഷയമല്ല. നീ കുറെ വിശ്വസിക്കുന്നവരെ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ദൈവം നിന്നോട് പറയാൻ പറഞ്ഞത് പറയുക എന്നുള്ളതാണ്. നീ പറയുമ്പോൾ അവിടെ രണ്ട് കൂട്ടം ഉണ്ടാകും. ഒന്ന്, വിശ്വസിക്കുന്നവരും ഉണ്ടാകും, വിശ്വസിക്കാത്തവരും ഉണ്ടാകും. അത് നിന്റെ വിഷയമല്ല. അവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, വിശ്വസിക്കുന്നവരിൽ സ്വർഗ്ഗത്തിലെ രക്ഷ വെളിപ്പെടുന്നു. രണ്ട്, വിശ്വസിക്കാത്തവരിൽ ന്യായവിധി വെളിപ്പെടുന്നു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഈ രണ്ട് കാര്യവും നീ സുവിശേഷം പങ്കുവെക്കുമ്പോൾ സംഭവിക്കുന്നു. എന്നാൽ മൂന്നാമതൊരു കൂട്ടരെ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്. ഈ രണ്ടിനും ഇടയിൽ നിൽക്കും. വിശ്വസിക്കുന്നു. രണ്ടിനും കൂടെ ഇടയിൽ നിൽക്കുന്നവരെ കണ്ടിട്ടില്ലേ? രണ്ട് തോണിയില് കാലത്ത് വയ്ക്കും. സുവിശേഷത്തിൽ എന്നാൽ ഈസ്റ്റർ, ക്രിസ്മസ് വരുമ്പോഴേക്കും സന്തോഷസൂചകമായി തന്നതും സ്വീകരിച്ച് വിഗ്രഹാരാധന നടത്തും, അന്യാരാധന നടത്തും, തെറ്റായ പ്രാർത്ഥന ആർക്കൂടത്തിനും കൂടി ഇരിക്കുന്നത്. അവരെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും? തുപ്പിക്കളെ. ഹല്ലേലൂയ. അത് സംഭവിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. തുപ്പിക്കളഞ്ഞാ പിന്നെ സുവിശേഷത്തിൽ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് രണ്ടിടത്ത് കാല് വെക്കുന്ന ആരെങ്കിലും ഇത് കേട്ടോണ്ടിരിപ്പുണ്ട്, തുപ്പാൻ നിൽക്കരുത്. അതിനു മുമ്പേ ശുദ്ധീകരിക്കപ്പെട്ടോണം. അപ്പൊ ഇതാ കർത്താവ് എന്നെ അയച്ചാലെന്ന് പറഞ്ഞു. അതിന്റെ 9-ാം വാക്യം വായിച്ചേ. 6:9. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കേട്ടാലും തിരിച്ചറിയത്തില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ട് ഈ ജനം. പോയി പ്രസംഗം ഇതാ കേട്ടോ. നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. പ്രസംഗിക്കുക ഒരു ചുക്കും മനസ്സിലായില്ല. കാരണം എന്താ? നീ കണ്ടാലും നിനക്കൊരു കുഴപ്പം, നീ കേട്ടാലും ഇത് നിനക്ക് തിരിച്ചറിയാൻ. ഇതാണ് പ്രസംഗ വിഷയം. ഇത് കേട്ടാലും മനസ്സിലാകാത്തവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര കേട്ടാലും മനസ്സിലായില്ല. എത്ര ദൈവരാജ്യ പ്രവൃത്തികൾ കണ്ടാലും ഗ്രഹിക്കാനും പറ്റാത്തവരുണ്ട്. ഈ വിധക്കാരന്റെ ഉപമയിൽ യേശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗമാണ് കർത്താവ് കോട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അത് മത്തായി 13:14. ഉപമ പറഞ്ഞല്ലോ. 13:3 നമ്മൾ വായിച്ചല്ലോ അല്ലെ? 13:14 ഒന്ന് വായിച്ചേ. മത്തായി 13:14. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ലതാനും ഗ്രഹിക്കുകയില്ല. കണ്ണാൽ കാണും, നിങ്ങൾ ചെവിയാൽ കേൾക്കും, പക്ഷെ ഗ്രഹിക്കയില്ല. വചനം കേട്ടാലും തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒരു മാറ്റമില്ല ജീവിതത്തിൽ. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇത് നമ്മുടെ കാര്യമാണെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തോണം. എന്റെ കണ്ണ് തുറക്കപ്പെടണം കർത്താവേ. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കുകയില്ല, കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും. നിങ്ങളുടെ ഉള്ളിലേക്ക് അത് കിട്ടത്തില്ല, ദർശിക്കയില്ലതാനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. ഇവരുടെ ഹൃദയം എന്തായി? തടിച്ചിരിക്കുന്നു, കഠിനമായിരിക്കുന്നു, കല്ലുപോലെയായിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു. എങ്ങനെയാ കേൾക്കുന്നേ? മന്ദമായി കേൾക്കുന്നു. മനസ്സിലാകുന്നില്ലല്ലോ എന്നാ പറഞ്ഞത്. കിട്ടുന്നുണ്ടോ ബ്രദറെ? ആ പറഞ്ഞ ഒന്നും എനിക്ക് മനസ്സിലായില്ല. ചിലര് പറയുന്നില്ലേ, ഒന്നും എനിക്ക് മന്ദമായി കേൾക്കുന്നു. കണ്ണ് അടച്ചിരിക്കുന്നു. അവരുടെ കണ്ണ് എന്തായി? അടയപ്പെട്ടിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും
ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും. കണ്ണ് കണ്ടാലല്ലേ തിരിയാൻ പറ്റുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. തിരിഞ്ഞു വരണമെങ്കിൽ പോയിരിക്കുന്ന നാശത്തിന്റെ പാതയിൽ നിന്ന്, അശുദ്ധിയുടെ പാതയിൽ നിന്ന്, അപകടത്തിന്റെ പാതയിൽ നിന്ന് തിരിഞ്ഞു വരണമെങ്കിൽ കാണുകയും കേൾക്കുകയും ചെയ്യണ്ടേ? ആ തിരിഞ്ഞാലല്ലേ എനിക്ക് അവരെ വെടിവെക്കാൻ പറ്റുകയുള്ളൂ. കൈയടിച്ച് പറഞ്ഞേ. ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. അപ്പൊ എല്ലാവരും സൗഖ്യമാവോ? സുവിശേഷം കേൾക്കാൻ പോകുമ്പോ ഇല്ല. കുറച്ചുപേര് സൗഖ്യമാവും. എല്ലാവർക്കും വിടുതൽ കിട്ടുമോ? കുറച്ചുപേർക്ക് വിടുതൽ കിട്ടും. അവിടെയാണ് സുവിശേഷകൻ പിന്നെ പ്രാർത്ഥനയിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കർത്താവേ കണ്ണുകളെ തുറക്കണമേ. അപ്പൊ സുവിശേഷം പങ്കുവെക്കുന്നിടത്ത് ഈ രണ്ടവസ്ഥയും ഉണ്ടാകും. പക്ഷെ നമ്മുടെ ആഗ്രഹം എല്ലാ കണ്ണുകളും എന്താകണം? തുറക്കണം. എല്ലാ ചെവികളും കേൾക്കണം. എല്ലാ ഹൃദയങ്ങളും മാംസളമായി തീരണം. അവർ കേൾക്കും, പക്ഷെ നോട്ട് അണ്ടർസ്റ്റാൻഡ്. അവർക്കത് മനസ്സിലാകുന്നില്ല. കാണും, പക്ഷെ അവർ കാണില്ല. അല്ലേ? തടിച്ച ഹൃദയം, ആത്മീയ മന്ദതയുള്ള ജീവിതങ്ങളാണ് അവര്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് കൊയ്ത്ത് ഏറെ ഉണ്ട്. സത്യം. വേലക്കാരെ ആവശ്യമുണ്ട്, വേലക്കാർ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിക്കണം. യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിപ്പേ. യോഹന്നാൻ 9:37-38 കാണുന്നത്. കൊയ്ത്തേറെയുണ്ട്. അപ്പൊ വേലക്കാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വേലക്കാർ എഴുന്നേൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വേലക്കാർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിപ്പീൻ. അല്ലെ? 9:37-38 ഒന്ന് വായിച്ച്. കൊയ്ത്ത് വളരെയുണ്ട്, വളരെയുണ്ട്, സത്യം സത്യം, വേലക്കാര് ചുരുക്കം. കൊയ്ത്തുണ്ട് നമ്മുടെ ഇടയിൽ കേട്ടോ. നമ്മുടെ നാട്ടിൽ കൊയ്ത്തുണ്ട്, പക്ഷേ വേല ചെയ്യാൻ വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടത് യാചിപ്പിൻ എന്ന് പറയും. അയക്കേണ്ടതിന് യാചിപ്പിൻ, പ്രാർത്ഥിപ്പിൻ. കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ, പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോ യേശു വേലക്കാരെ അയക്കാൻ തെരഞ്ഞെടുക്കുന്നത് പോലും പ്രാർത്ഥിക്കാൻ പറഞ്ഞെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ്. മത്തായി 9:37-38 യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിപ്പാൻ പറഞ്ഞപ്പോൾ യേശുവിന്റെ മനസ്സ് മുഴുവൻ വേല ചെയ്യാനുള്ളവരെ തെരഞ്ഞെടുക്കാനും അവരെ അയക്കാനുമുള്ള ചിന്തയാണ് ഭരിക്കുന്നത്. യേശു അതിനുവേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യേശു പ്രാർത്ഥിച്ചിട്ടാണ് മത്തായി 10 വേലക്കാരെ വിളിക്കുന്നത്. അത് ഡീറ്റെയിൽസ് ആയി കാണുന്നത് ലൂക്ക 6:12 ഒന്ന് വായിച്ചേ. ലൂക്കയുടെ സുവിശേഷം 6-12 തിരുവചനം. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. രാത്രി മുഴുവൻ എന്ത് ചെയ്തേ? നിങ്ങൾ എത്ര പേര് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നിട്ടുണ്ട്? ആത്മഭാരം കിട്ടിയാൽ ഇങ്ങനെ ചെയ്യും കേട്ടോ. ഇതിന്റെ അർത്ഥം ആത്മഭാരമൊന്നും വേണ്ട വിട്ട് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ്. ഞാൻ ഒരുപാട് രാത്രിയിൽ പ്രാർത്ഥിച്ചു, ഫുൾ. ആ കാലത്ത് അവൾ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കണ്ടിന്യൂഡ് ഓൾ നൈറ്റ് ഇൻ പ്രയർ ടു ഗോഡ്. ഓരോ ദൈവ മക്കൾക്ക് അവരുടെ വിളി അനുസരിച്ച് അവരെ വിളിക്കാൻ, അവരെ തെരഞ്ഞെടുക്കാൻ എത്ര ശ്രദ്ധയോടുകൂടിയാണ് യേശു പ്രാർത്ഥനയിൽ ചെലവഴിച്ചത്. നിങ്ങളുടെ വിളി നിങ്ങളെ അറിയിക്കാൻ യേശു ഏറെ പ്രാർത്ഥിച്ചു എന്ന്.
അപ്പൊ നിങ്ങളുടെ വിളി എത്ര ശ്രേഷ്ഠമാണ്. നിങ്ങളുടെ സുവിശേഷ വിളി എത്രയോ മഹത്വമുള്ളതാണ്. എത്ര പ്രാധാന്യമാണ് യേശു അതിന് കൊടുത്തത്. നാളെ തെരഞ്ഞെടുക്കാം, അങ്ങനെയാണോ? അല്ല. നിങ്ങളുടെ വിളി, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രാർത്ഥന അതിനുവേണ്ടി ചെലവഴിക്കേണ്ടതായിട്ടുണ്ട് എന്ന് യേശു നിങ്ങളെ പഠിപ്പിക്കുകയാണ്. എടുത്തുചാടിയുള്ള ഒരു പുറപ്പാടല്ല, ഒരു വലിയ പ്രാർത്ഥന അതിന്റെ പിന്നിലുണ്ടായിരിക്കണം. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയോ നട്ടലിനെ കർത്താവ് തൊടുന്നു, തീർന്നില്ല. അവരുടെ ജനനേന്ദ്രിയുമായി ബന്ധപ്പെട്ട് യൂറിൻ ഇൻഫെക്ഷനോ അങ്ങനെ എന്തോ മറ്റോ ഉള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അത്ഭുത വിടുതലുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇരുളുകൾ അഴിയട്ടെ, രോഗശക്തികൾ അഴിയട്ടെ. യേശുവിൻ നാമത്തിൽ പുറത്താക്കുന്നു. രോഗങ്ങളെ പുറത്താക്കുന്നു. യൂറിൻ ഇൻഫെക്ഷനുകൾ അഴിയട്ടെ. തരത്തിലുള്ള ബന്ധനങ്ങൾ അഴിയട്ടെ. ഗർഭപാത്ര സംബന്ധമായ അസുഖങ്ങൾ അഴിയട്ടെ. ബാക്ക് പെയിൻ അഴിയട്ടെ. നട്ടില് നിവരട്ടെ. അസ്ഥി കണ്ണികൾ നോർമൽ ആകട്ടെ, ചേർന്ന് വരട്ടെ. അപ്പൊ നിങ്ങളുടെ വിളി അറിയാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വിളി അറിഞ്ഞാലും നിങ്ങളുടെ വേലയ്ക്കായി നിങ്ങൾ ധാരാളം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുക്കാനുള്ള സമയമാണ്. രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചു. 6:12 നമ്മളിപ്പോ വായിച്ചത്. 6:13 വായിച്ച്. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു. ആരോ ശക്തമായി വയറിന് പ്രയാസമുള്ളവരെ കർത്താവ് വീണ്ടും വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ച്. യൂട്യൂബില് ഈ വചനം കേൾക്കുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മകൾക്കോ മകനോ അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഇപ്രകാരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, അവരോട് ഇത് കേൾക്കാൻ പറയുക. കർത്താവ് അവരെ വിടുവിക്കുക. യേശുവിന്റെ നാമത്തിൽ ഉദരത്തിലുള്ള രോഗം അഴിയട്ടെ. കിഡ്നി കരളുകൾ സൗഖ്യം പ്രാപിക്കട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. ജീവൻ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉദരത്തിൽ വ്യാപിക്കുന്ന രോഗാത്മാവിനെ പുറത്താക്കുന്നു. 6:13 നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു. നേരം വെളുത്തപ്പോൾ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ പ്രാർത്ഥിച്ചിരുന്നത് അപ്പസ്തോലന്മാരെ ആരെ തെരഞ്ഞെടുക്കണം വിളിക്കാം. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അവരിൽ 12 പേരെ തെരഞ്ഞെടുത്തു. അപ്പൊ ഒരുപാട് യേശുവിന്റെ പിന്നാലെ നടക്കുന്ന ശിഷ്യരുണ്ടായിരുന്നു. അതിനകത്തു നിന്ന് കർത്താവ് 12 പേരെ ചൂസ് ചെയ്തു. ഇസ്രായേൽ ഗോത്രങ്ങളുടെ കണക്ക് പ്രകാരം 12 പേരെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ലോകം മുഴുവനെയും തന്നിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി യേശു പ്രാർത്ഥിച്ചൊരുങ്ങി തെരഞ്ഞെടുത്തത് 12 പേരെയാണ്. എന്നാൽ അതിൽ ഒരുവൻ വീണുപോയി. വിളി ലഭിച്ചവർ കൃപയിൽ നിന്നില്ലെങ്കിൽ വീണുപോകും എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അറിയിക്കുന്നു. മത്തായി 13:3 അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ഈ വിതയില് 4 കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണിക്കുക. വചനം വിതയ്ക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, വചനത്തിന്റെ ശുശ്രൂഷ നടക്കുമ്പോൾ, അത് കേൾക്കുന്നവരിൽ വിതയ്ക്കുന്നിടത്ത് നടക്കുന്ന 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഒന്ന് ആഴത്തിൽ പരിശോധിക്കുന്നത്. ഈ 4 വിതയുടെ മേഖലകളിൽ നിങ്ങളുടെ ജീവിതം ഏത് മണ്ഡലത്തിലാണ് എന്ന് കണ്ടെത്തുന്നവർ ഭാഗ്യമുള്ളവർ. അവിടെ നിന്നാണ് ഇനിയുള്ള നിങ്ങളുടെ വളർച്ച ആരംഭിക്കാൻ പോകുന്നത്. അതിലൊന്ന് വഴിയരികിൽ വീണ വിത്താണ്. 2 പാറയുള്ള സ്ഥലത്ത് വീണത്. 3 മുള്ളിനിടയിൽ വീണത്. 4 നല്ല നിലത്ത്. അപ്പൊ
അപ്പൊ ഇത് ഓരോ ഹൃദയങ്ങളെയാ കാണിക്കുന്ന, ഓരോ ജീവിതങ്ങളെയാ. ഈ വിത്ത് വന്ന് വീഴുന്ന ഓരോ ജീവിതങ്ങളെ, 4 മണ്ഡലങ്ങളെ, 4 തരം ജീവിതങ്ങൾ. ഇതില് കർത്താവിന്റെ കൃപയാൽ നിങ്ങളുടെ ജീവിതം ഏതെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് അതിനെ ശുദ്ധീകരിക്കാൻ പറ്റും, നിങ്ങൾക്ക് അതിനെ ക്രമീകരിക്കാൻ പറ്റും. അത് കൃപയാലാണ് നടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഞായറാഴ്ച തോറും വരും, വെള്ളിയാഴ്ച തോറും വരും, ശനിയാഴ്ച തോറും വരും, ഇങ്ങനെ വരും, കേൾക്കും, പോകും. അപ്പൊ കർത്താവ് ഇന്നൊരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആദ്യത്തെ ഈ 3 മണ്ഡലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ ഒട്ടും അമാന്തിക്കാതെ അത് കേൾക്കുമ്പോൾ തന്നെ അതിനെ പുറത്താക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, വചന കേൾവിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് അഴിച്ചു മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ. ശുദ്ധിയില്ലാത്ത ഒരുവൻ കർത്താവ് എന്നെ ശുദ്ധനാക്കണമേ എന്ന് എനിക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ടോ, നീ വിടുതൽ പ്രാപിക്കുക. കർത്താവിന് നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ വിടുതൽ പ്രാപിക്കാം. കാരണം ഇനി ഇതിനകത്ത് ഒരു വിടുതൽ കിട്ടാൻ നിങ്ങൾക്ക് ഒരു അവസരം ദൈവം തരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. വചനമല്ല, വചനം വീണ ഇടത്താണ് ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണുന്നത്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ അറിയുക, നിങ്ങളിൽ ദൈവവചനം അതിന്റെ ഫലത്തെ വേണ്ട വിധത്തിൽ പുറപ്പെടുവിക്കപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ കാരണം വേറെ ആരുമില്ല, നിങ്ങൾ തന്നെ. വിതക്കാരൻ വിത്ത് വിതച്ചതിന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. വിത്ത് വിതച്ചതിന്റെ ഐഡിയോ ശൈലിയോ ഡീറ്റെയിൽസ് ഇല്ലാത്തതൊന്നും വിഷയമൊന്നുമല്ല. കാരണം അത് വഴിയിലരികിലും വീണു, അവിടെ മുളയ്ക്കണമെങ്കിൽ മുളയ്ക്കാമായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. കെട്ടിയോനല്ല കാരണം, മക്കളല്ല കാരണം, സഭയിൽ നിന്ന് വിട്ടുപോയതിനുമല്ല കാരണം, സഭയുടെ ശുശ്രൂഷകനുമല്ല കാരണം, ഞാൻ തന്നെയാ കാരണം. ഈ 4 മണ്ഡലത്തിലും വചനം വന്ന് വീഴുക. എന്നാൽ ആദ്യത്തെ 3 മണ്ഡലങ്ങളിൽ വചനത്തിന് അതിന്റെ പ്രവൃത്തികൾ വേണ്ട വിധത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല. സത്യത്തിൽ വചനം വന്ന പിന്നെ വചനം തന്റെ പ്രവൃത്തി ചെയ്യുന്നതാണ്, അല്ലെ? പിന്നെന്താ ഇവിടെ 3 സ്ഥലത്ത് പ്രവർത്തിക്കാൻ പറ്റാതെ പോയത്? യെശയ്യായുടെ പുസ്തകം, യെശയ്യാവ് 55-ന്റെ 10-ാമത്തെ തിരുവചനം. യെശയ്യാവ് 55-10. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും, മഴയും മഞ്ഞും, അതാണ് ഹിമം, ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും. അത് മുകളിൽ നിന്ന് താഴോട്ട് വന്ന് യെശയ്യാവ് പറയാണ്, അത് തിരിച്ചങ്ങോട്ട് പോകുന്നില്ല. അതേപോലെ ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. മഴയായിട്ട് അത് മുകളിലോട്ട് പോകുന്നില്ല, മഞ്ഞായിട്ടും അത് മുകളിലോട്ട് പോകുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. മഴയും ഹിമവും ആകാശത്ത് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയ്ക്കുന്നത് പോലെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മഴയും ഹിമവും ആകാശം പെയ്യുകയും അവിടേക്ക് തിരിച്ചു മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും. വചനവും അങ്ങനെ തന്നെ ആയിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി അയക്കപ്പെട്ട വചനം വെറുതെ മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിവർത്തിക്കാനാണ് ഞാൻ ആ വചനത്തെ അയച്ചത്. അത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഈ വചനം വലിയ ജീവനാകുന്ന വചനമാണ്. ഈ ഹല്ലേലൂയ പറഞ്ഞേ. ഈ വചനം മധുരക്ക് ഞാൻ ഒരിക്കലും ഓർക്കുന്നത്, ഈ വചനം ഞാൻ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ റീനെ ആത്മാവിൽ നിറയാനിടയായി. ഹല്ലേലൂയ. ഒരു 10-15 മിനിറ്റ് ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞേ.
അപ്പൊ മഴയും ഹിമവും ആകാശത്ത് പെയ്യും, അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകിക്കൊണ്ട് ഈ ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. അപ്പൊ ദൈവത്തിന്റെ വചനമാണ് നമ്മെ നനയ്ക്കുന്നതും നമ്മളിൽ ഫലം കൊണ്ടുവരുന്നതും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുകയാണ്, അതെന്താണ്? എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമാണത്. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ എന്തിനു വേണ്ടി ആ വചനത്തെ ഏതുദ്ദേശത്തിൽ അയച്ചോ അതിന്റെ കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ മഴ പോലെ അത് തിരിച്ചു പോകില്ലെന്ന. എന്നാൽ നമുക്കറിയാം, ഒരു പാറയുടെ മുകളിലാണ് ഈ വെള്ളം വീഴുന്നതെങ്കിലോ എന്താ സംഭവിക്കുന്നത്? കുറച്ച് കഴിയുമ്പോൾ വെയിലടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് നീരാവിയായി പോകും, അല്ലെ? മടങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. എന്താ അർത്ഥം എന്നറിയാമോ? വചനം തന്റെ പ്രവൃത്തി ചെയ്യാൻ ആരിലേക്ക് വന്നുവോ അവൻ ഒരു പാറ പോലെ അത് സ്വീകരിക്കാതിരുന്നാൽ അത് ആവശ്യക്കാരിലേക്ക് സഞ്ചരിക്കും അതിന്റെ പ്രവൃത്തി ചെയ്യാൻ. അടുത്ത ആരാണോ ഹൃദയം തുറന്നു വെച്ചിരിക്കുന്ന അവരിലേക്ക് വരും. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടെ എടുത്തു കളയും. മനസ്സിലാകുന്നുണ്ടോ? ചില വചനം നിങ്ങളിൽ ജീവനാകാതിരിക്കുമ്പോൾ സത്യത്തിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? നിങ്ങളിൽ നിന്ന് മറ്റാരിലേക്കോ അത് പോകുന്നു. നിങ്ങളിൽ ചില കാര്യം നിവർത്തിക്കാൻ വന്ന വചനം നിങ്ങളിൽ നിന്നും മടങ്ങി മറ്റാരിലോ വന്ന് അവരിൽ അത് നിവർത്തിക്കുന്നു. അപ്പൊ മറ്റുള്ളവരിലേക്ക് വിടാതെ അവന് വേണ്ടത് അവൻ സ്വീകരിച്ചോണം, നിനക്ക് വേണ്ടത് നീ സ്വീകരിച്ചോണം. ആ വചനം ചില കാര്യങ്ങൾ നടത്താനാണ് വരുന്നത്, അത് നിന്നിൽ നിവർത്തിക്കും. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം അത് തിരിച്ചു പോകരുതെന്നാണ്. എന്നാൽ ഒരിക്കൽ പെയ്ത മഴയും മഞ്ഞും ഇസ്രായേലിൽ യഹൂദരുടെ മേൽ ഭക്ഷിക്കപ്പെട്ടത് അവർ പാറ പോലെ അതിനെ സ്വീകരിക്കാതിരുന്നപ്പോൾ, അവർ വഴിയരികിൽ വീണ വിത്ത് പോലെ അതിനെ കൈക്കൊള്ളാതിരുന്നപ്പോൾ എന്തു സംഭവിച്ചു? അത് ജാതികളിലെ ചെന്ന് തന്റെ പ്രവർത്തികളെ ചെയ്തു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്നാമത്തെ വിത്ത് ഏതാ? വഴിയരികെ വീണത്. മത്തായി 13:4 വായിച്ച്. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. വിതയ്ക്കുമ്പോൾ ചിലത് എവിടെ വീണു? വഴിയരികെ വീണു. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. അത് തിന്നുകളഞ്ഞു. Fell by the wayside. Praise the Lord. പറവകൾ വന്ന് അതിനെ എന്ത് ചെയ്തു? തിന്നുകളഞ്ഞു. Praise the Lord. എന്താണ് പറവകൾ വന്നത് തിന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടതിന് കർത്താവിന് നന്ദി. നിങ്ങളുടെ ചെവികൾ ഇപ്പോൾ തുറന്നിരിക്കുന്നതിന് നന്ദി. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടികൾ ഇപ്പോൾ പ്രകാശിച്ചിരിക്കുന്നതിന് സ്തോത്രം. എന്താണ് പറവ വന്ന് തിന്നു എന്ന് പറഞ്ഞാൽ? മത്തായി 13:19 ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാതിരുന്നാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. പിശാചിന് റൈറ്റ് കിട്ടുന്നു. പിശാച് മനഃപൂർവ്വം കളയുന്നതല്ല, നിങ്ങളത് ഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു. അത് മുൻകൂട്ടി അവൻ ചില അശുദ്ധിയിലും പാപത്തിലും കഷ്ടതയിലും രാത്രി ഓർക്കാതെയൊക്കെ പിടിച്ചിങ്ങനെ വെച്ചിട്ട് അവനെ ഗ്രഹിപ്പിക്കാതിരിക്കുന്നു. ഗ്രഹിക്കാതിരിക്കുന്നവനിൽ വചനം നിലനിൽക്കുകയില്ല, അത് അവിടെ നിന്ന് മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതാണ് അതിന്റെ അർത്ഥം. ഇതാണ് വഴിയരികെ അല്ലെ വായിച്ചത്. ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വീണ വിത്ത്. വിതയ്ക്കപ്പെട്ടത്. അപ്പൊ എന്താ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്? ദൈവത്തിന്റെ വചനം ഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ടവർ. ദൈവത്തിന്റെ വചനം കേട്ടിട്ടും അവർക്ക് ഉള്ളിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതാണ് പറവകൾ ദുഷ്ടൻ കൊത്തിയെടുത്തു പറഞ്ഞാൽ അവരിൽ നിന്ന് അത് നീങ്ങിപ്പോയി. നീ ഗ്രഹിക്കാത്തതിനാൽ പിശാച് അത് ചെയ്യുന്നു. എന്നിട്ട് നീ കുത്തിയിരുന്ന് പിശാചിനെ കുറ്റം പറയുകയാണ്. എന്തിനാ നീ വെറുതെ പിശാചിനെ ചുമ്മാ കുറ്റം പറയുന്നത്?
നീ വചനം കേട്ട് നീ വിശ്വസിച്ച് നീ രക്ഷ പ്രാപിക്കാൻ നീ തയ്യാറല്ലാതിരുന്നതുകൊണ്ട് പിതാവ് എതിർത്തുകൊണ്ട് പോയി. ചുമ്മാ മൂപ്പരെ വെറുതെ കുറ്റം പറഞ്ഞ് ഈ ചുമ്മാ വെറുതെ വഴികിടെ പോകുന്നതിന് വെറുതെ കുറ്റം പറയരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവൻ ആരാണ്? വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാത്ത വചന കേൾവിക്കാരാണ് വഴിയരികെ വീണ വിത്തിനെ കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് ഞാൻ ദൈവവചനമൊക്കെ മനസ്സിലായി ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വീട്ടില് നമ്മുടെ വേണ്ടപ്പെട്ട ഒരു ടീമിന്റെ വീട്ടിൽ ഒരു 2 ദിവസത്തെ ദൈവ ശുശ്രൂഷ വെച്ചു വചനം പങ്കുവെക്കാൻ തുടങ്ങി. അതിനകത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ മേലും വചനം വന്നു വീണു. പക്ഷെ ഒരു സഹോദരി മാത്രം അവളുടെ ഉള്ളിൽ ആ വചനം വഴിയരികെ വീണ വിത്ത് പോലെയായി. എന്ത് സംഭവിച്ചു? ബാക്കി എല്ലാവരും വിശ്വസിച്ചു, ബാക്കി എല്ലാവരും രക്ഷയുടെ അനുഭവം ആ സമയത്തുണ്ടായി. ആ സമയത്തെ കാര്യം ഞാൻ പറയുന്നുണ്ടായി. പക്ഷെ ആ ഒരേ ഒരു സ്ത്രീ മാത്രം രക്ഷിക്കപ്പെട്ടില്ല, വിശ്വസിച്ചില്ല. അതാണ് യേശു പറഞ്ഞ ഉപമ, വഴിയരികെ വീണ വിത്ത്. ഇങ്ങനെയുള്ളവരുടെ ഹൃദയം തടിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കാണിക്കുന്നു. അവരുടെ കണ്ണും ചെവിയും അടഞ്ഞു കിടക്കുന്നതാണ്. ലൂക്ക 8:12 ഒന്ന് വായിച്ച്. ലൂക്ക 8:12. അവരുടെ കണ്ണും ചെവിയും അടഞ്ഞിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ലൂക്ക 8:12 ഒരിക്കൽ കൂടി. വഴിയരികെയുള്ളവർ എന്നോട് വായിച്ചത്. വഴിയരികെയുള്ളവർ കേൾക്കുന്നവർ എങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. വഴിയരികിലുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വചനം കേൾക്കുന്നുണ്ടോ അവര്? നിങ്ങൾ ബ്രദറെ കൂട്ടിയ വീട്ടിൽ ചെന്നപ്പോ അവര് വചനമൊക്കെ കേട്ടു, പക്ഷെ വിശ്വസിച്ച രക്ഷ പ്രാപിക്കുന്നില്ല അവർ. ഇവിടുന്ന് കിട്ടിയോ? അനുസരിച്ച് മനസ്സിലായോ? വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ എന്താകുന്നില്ല? വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നില്ല. അതാണ് വഴിയരികിൽ വീണവർ. അവരുടെ ഉള്ളിൽ കയറാത്ത വചനങ്ങളെ പിശാച് മാറ്റുന്നു. അവരുടെ ഹൃദയത്തിൽ വചനം കയറാത്തതിനാൽ അവർക്ക് വിശ്വസിക്കാനോ രക്ഷ പ്രാപിക്കാനോ കഴിയുന്നില്ല. ഒരിക്കലും ഞാൻ ഈ പിലാത്രയുടെ ഒക്കെ അപ്പുറമുള്ള ഒരു സൈഡിൽ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. അവിടെയുള്ള ഒരു സഹോദരി മരണാകരണമായ ഒരു രോഗത്തിലാണ്, നാളുകളായി ചികിത്സിക്കുന്നു, അവൾക്ക് സൗഖ്യമില്ല, നിരന്തരം മൂക്കിക്കട ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കും. അവർ സകല ധ്യാനത്തിനും പോയി, സകല അച്ഛന്മാരെ കൊണ്ടും, അവർക്കറിയാവുന്ന അച്ഛന്മാരെ കൊണ്ടൊക്കെ പ്രാർത്ഥിച്ചു, ഒരു രക്ഷയില്ല. അങ്ങനെയാണ് ഈ സൈംബ്രതൻ എന്തോ ഹീലിംഗ് ഒക്കെ നടത്തുന്നുണ്ട്, ശുശ്രൂഷിക്കുന്നുണ്ടെന്നും പറഞ്ഞ് കേട്ട് ഒരു വിളിപ്പിച്ച് ഞാനും എൻ്റെ കൂടെ 1-2 സഹോദരങ്ങളുമായിട്ട് അവിടെ ചെന്നു. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം മുതൽ നിന്റെ മൂക്കിലൂടെ ഇനി ബ്ലഡ് വരികയില്ല എന്ന് പ്രസ്താവിച്ചു. ആ സെക്കൻഡിൽ അവളുടെ വന്നുകൊണ്ടിരുന്ന ബ്ലഡ് നിന്നു. പിന്നെ മൂക്കിലൂടെ ബ്ലഡ് ഒഴുകിയിട്ടില്ല. അവർക്കും വേണ്ടി കൂടെ ഞാനൊരു 2-2.5 ദിവസത്തെ ഒരു മീറ്റിംഗ് വെച്ചു. പക്ഷേ എന്തുണ്ടായി എന്ന് വെച്ചാൽ സൗഖ്യമൊക്കെ അവർക്ക് കിട്ടി, പക്ഷെ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണടയപ്പെട്ടു, അവരുടെ ഹൃദയം തടിച്ചിരുന്നു, അവർ രക്ഷിക്കപ്പെട്ടില്ല. ആ ഭാര്യ രക്ഷിക്കപ്പെടാത്തത് കൊണ്ട് ഇവൻ 2ാമത്തെ സ്റ്റേജിൽ വീണുപോയി. ആ 2ാമത്തെ സ്റ്റേജ് നമ്മൾ അടുത്ത് ഇനി എടുക്കുകയാണ്. ഏത്? കെട്ടിയവൻ വീണുപോയി. ഭാര്യ രക്ഷിക്കപ്പെടാത്തതുകൊണ്ട് ഈ 2 സ്ഥലത്തും ഇതാ സംഭവിച്ചു കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ ഒരു സ്ഥലത്തും ഒരു സ്ത്രീ വചനം കേട്ടില്ല, അവളുടെ ഭർത്താവ് വിശ്വസിച്ചിരുന്നു, അവൻ രക്ഷയിലേക്ക് പ്രവേശിച്ചു. പക്ഷെ ഇവളുടെ ആ കാര്യം വെച്ചുകൊണ്ട് സെക്കൻഡ് സ്റ്റേജിൽ അവനും താഴെ വീണുപോയി. ഇവിടെ സംഭവിച്ചതാണ്, ഈ ഭാര്യയ്ക്ക് സൗഖ്യം കിട്ടി, അവളുടെ മൂക്കിലൂടെ ഒഴുകുന്ന രക്തസ്രാവം നിലച്ചു, അവൾ പൂർണ്ണ ആരോഗ്യം പ്രാപിച്ചു, അത്ഭുതങ്ങൾ സംഭവിച്ചു. പക്ഷെ അവൾ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചില്ല. ഭർത്താവ് വിശ്വസിച്ചു, രക്ഷപ്പെട്ടു, പക്ഷെ അവൾ മൂലം അവൻ വീണുപോയി. അത് അടുത്ത സ്റ്റേജ് നമ്മൾ കാണും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ഒരിക്കലും ഞാൻ പയ്യാവൂര് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ഈ യാത്ര
വിഭാഗത്തുള്ള 1-2 പേര് അവരുടെ ഒരു ആങ്ങളയെ കൊണ്ടുവന്നു. ഒരു ഇൻസൈഡൊക്കെ ചെയ്ത് പെൻ ഷർട്ടൊക്കെ ഇട്ട് ഒരു വലിയൊരു അജാനബാബു മനുഷ്യൻ. പക്ഷെ ശുശ്രൂഷ തുടങ്ങി ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. അദ്ദേഹം സത്യത്തിലൊന്നും കേട്ടില്ല. അദ്ദേഹം ഇതിന്റെ ഒരു അടയാളമാണ്. ഏത്? വിശ്വസിച്ച് വീണുപോയൊന്നുമല്ല, വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചില്ല. വീഴാൻ അവർ നിന്നിട്ട് വേണ്ടേ വീഴാൻ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മനസ്സിലായോ? വീഴണമെങ്കിൽ എന്താകണം? ക്രിസ്തുവിൽ നിൽക്കണം, എന്നാലേ വീഴുള്ളൂ. അതൊന്നും സംഭവിച്ചിട്ടില്ല. വിശ്വസിച്ചുമില്ല, രക്ഷ പ്രാപിച്ചിട്ടില്ല, നിന്നിട്ടുമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ വിശ്വസിച്ചാലേ രക്ഷ പ്രാപിക്കത്തുള്ളൂ. വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണമെങ്കിൽ വചനം ഉള്ളിൽ കയറണം. അത് കയറാതിരിക്കാൻ വേണ്ടി കണ്ണും ചെവിയും ഹൃദയവും ഒക്കെ അടപ്പിച്ച് പിശാച് വെച്ചിരിക്കുന്നു. അപ്പോൾ വചനം വിതയ്ക്കുന്നവർ അവരുടെ പ്രാർത്ഥനാ മുറിയിൽ അവർ ഏറെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവേ, നിന്റെ വചനം വിശ്വസിക്കാൻ ജനത്തിന് കൃപ കൊടുക്കണമേ. വചനം ശുശ്രൂഷിക്കുന്നവർ പ്രാർത്ഥിക്കാതെ ഈ പരിപാടി ചെയ്യരുത്. ധാരാളം പ്രാർത്ഥിക്കണം. എന്തിനാണ് ഞാൻ വചനം പങ്കുവെക്കുന്നത്? കേൾക്കുന്നവരുടെ അകത്ത് ജീവനാകാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? നിങ്ങളൊക്കെ വെളി ലഭിച്ചവരല്ലേ? നിങ്ങളിലൂടെ വചനം കേൾക്കുന്നവരെല്ലാം വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണം. അതാണ് ഒന്നാമത്തെ ഘട്ടം, ഒന്നാമത്തെ സ്റ്റെപ്പ്. നിങ്ങൾ സൗഖ്യം കിട്ടാനോ വിടുതൽ കിട്ടാനോ അല്ല, വിശ്വസിക്കണം. അവര് ഏത്? കർത്താവായ യേശുവിൽ വിശ്വസിക്കണം. അവരുടെ വചനമാണ് സത്യമെന്നറിയണം. അങ്ങനെ അവര് രക്ഷ പ്രാപിക്കണം. അതാണ് അവരിൽ ഒന്നാമതായി സംഭവിക്കേണ്ടത്. കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ, നന്ദി 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 നന്ദി. ആരാധന. ദൈവത്തിന്റെ വചനം പങ്കുവെക്കുന്നവരെല്ലാം പ്രാർത്ഥിക്കട്ടെ. സുവിശേഷകർ പ്രാർത്ഥിക്കട്ടെ. പാസ്റ്റേഴ്സ് പ്രാർത്ഥിക്കട്ടെ. അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ വചനം പങ്കുവെക്കുന്നിടത്ത് വിശ്വാസം വെളിപ്പെടുവാൻ, വചനത്തിന്റെ ശക്തി ഹൃദയങ്ങളിൽ വ്യാപരിക്കുവാൻ, അടഞ്ഞ കണ്ണുകൾ തുറക്കപ്പെടുവാൻ, അടഞ്ഞ ചെവികൾ തുറക്കപ്പെടുവാൻ, അവൻ വിശ്വസിച്ച വിശ്വാസത്താൽ വചനത്താൽ രക്ഷ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ അടുത്ത എപ്പിസോഡ് പാപപ്പുറത്ത് വീണ വിത്ത് കേൾക്കാൻ വേണ്ടി തൊട്ട് തന്നെ അടുത്ത നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. യൂട്യൂബിൽ ഇത് കാണുന്നവര് അടുത്തത് പാപപ്പുറത്ത് വീണ വിത്ത് കേൾക്കാനായിട്ട് ദാഹത്തോടെ വരിക. അത് പങ്കുവെക്കുന്നത് തീർന്നിട്ടില്ല. ഈ 4 നിലങ്ങളും നമ്മൾ കാണാൻ പോവുകയാണ്. രണ്ടാമത്തെ എപ്പിസോഡ് തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ 3ാമത് വേണ്ടി വരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാം ഇത് അയച്ചു കൊടുക്കുക. ഈ വചനത്തിലൂടെ അത്ഭുതങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിക്കട്ടെ. അവിശ്വാസികൾ വിശ്വാസികളായി മാറട്ടെ. അവിശ്വാസികളുടെ അടിയിലേക്ക് വിതയ്ക്കുന്നവർ കടന്നു ചെല്ലട്ടെ. അവർ വചനവുമായി പോകട്ടെ. അവർ വിതക്കട്ടെ. അവർ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വസിച്ചവർ രക്ഷ പ്രാപിക്കട്ടെ. നിങ്ങളുടെ പ്രിയ സഹോദരൻ ഹല്ലേലൂയ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.